നിയമലംഘനം ആര് നടത്തിയാലും അത് പിടിക്കുന്നതാണ് ഇപ്പോൾ എൻ്റെ ജോലി. ഞാൻ MLA ആണെങ്കിൽ എനിക്ക് ആ ജോലി എൻ്റെ അല്ല. ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നു, അത് പാലിച്ച് നടപ്പിലാക്കേണ്ട ആരാ ചുമതല? ഒരു ഗവൺമെൻറ്റിൻ്റെ, ആ ഗവൺമെൻറ് മന്ത്രിയുടെ ചുമതല. അത് പാലിച്ചേ പറ്റുമെന്ന് നിർബന്ധം പിടിക്കുമ്പോൾ ആരും പിണങ്ങേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ സ്കൂളുകളുടെയൊക്കെ 2 തവണ ഫിറ്റ്നസ് ചെയ്യണമായിരുന്നല്ലോ. അത് മാറ്റി മാർച്ചിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ അതിന് നമുക്കൊന്ന് കൈയടിക്കണ്ടേ? അത് ഇവർക്കെല്ലാം ഗുണം കിട്ടിയൊരു കാര്യമല്ലേ? ഒരു വണ്ടി 2 തവണ ഫിറ്റ്നസ് ചെയ്യേണ്ട എന്നുള്ളൊരു ന്യായമായ നീതിപൂർവമായൊരു കാര്യമാണ്. ഇപ്പോൾ സ്കൂൾ അടയ്ക്കാറായി, ഈ മാസം സ്കൂൾ അതൊന്നും ഒരു സബ്ജക്റ്റായിട്ട് എടുക്കരുത്. അതൊന്നും ഒരു സബ്ജക്റ്റല്ല. നമ്മളെ വാഹനങ്ങൾ മറിയുന്നു, അപകടം സംഭവിക്കുന്നു, ആളുകൾ മരിക്കുന്നു. ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവണ്ടേ? കുഞ്ഞുങ്ങളെയും കൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ണൂരിൽ കണ്ടൊരു കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നൊരു ബസ്, സ്കൂൾ ബസ് വല്ലാതെ മറിഞ്ഞു. അപ്പോഴാദ്യം നമ്മളെന്താ പരിശോധിക്കുന്നത്? ബ്രേക്ക് ഉണ്ടോ, ഇതിന് വേറെ എന്തെങ്കിലും എഞ്ചിൻ തകരാറുണ്ടോ? നോക്കുമ്പോൾ എന്താ, ഡ്രൈവറുടെ അശ്രദ്ധയും മൊബൈൽ ഫോൺ ഉപയോഗിക്കലുമാണ്. ഇനി ഇത് മാത്രമല്ല, പ്രൈവറ്റ് ബസ്സുകളിലും KSRTC ബസ്സുകളിലും ക്യാമറ വയ്ക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം വന്നിട്ടുണ്ട്. മാർച്ച് മാസം 31 മുമ്പ് അതെല്ലാവരും നടപ്പിലാക്കും. അതോടൊപ്പം സ്കൂൾ ബസ്സുകളിലും ക്യാമറ വയ്ക്കാൻ നടപടി സ്വീകരിക്കുക. സ്കൂൾ ബസ്സുകളുടെ ഉള്ളിലും കാരണം കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നതാണ്, അതിനകത്ത് എന്ത് നടക്കുന്നു, എങ്ങനെയാണ് ഡ്രൈവറെ കാണത്തക്ക രീതിയിൽ ഡ്രൈവറുടെ ഇപ്പോൾ KSRTCയിൽ ചെയ്തതുപോലെ ഡ്രൈവർ മൊബൈൽ എടുത്താൽ അറിയാം. അത്തരത്തിലുള്ള ക്യാമറ ഉൾപ്പെടെ ഡ്രൈവറുടെ മുമ്പിൽ വയ്ക്കണം. അത് ഒരു ഹൈടെക് ക്യാമറയാണ്. അതിപ്പോൾ എല്ലാ KSRTC ബസ്സിലും വയ്ക്കുകയാണ്. 10 എണ്ണത്തിൽ വെച്ച് കഴിഞ്ഞു. ഇനി ഇരുന്ന എല്ലാത്തിലേക്കും വെക്കാൻ പോകണം. ഇപ്പോൾ ഇനി വാങ്ങുന്നതെല്ലാം അതായിരിക്കും. അതുകൂടാതെ വണ്ടിക്കകത്ത് എന്ത് നടക്കുന്നു, കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന വാഹനമാണ്, അതിന് മുന്നിൽ നിന്നും പുറകിൽ നിന്നും എന്ത് നടക്കുന്നു എന്നറിയാനുള്ള 4 ക്യാമറകളെങ്കിലും മിനിമം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രൈവറ്റ് ബസ്സുകൾക്കും KSRTC ബസ്സുകൾക്കും നിർദ്ദേശിച്ച അതേ മാനദണ്ഡത്തിൽ സ്കൂൾ ബസ്സുകളിലും വയ്ക്കും. പിന്നെ ഡ്രൈവർ മൊബൈൽ എടുക്കുമെന്ന് അറിയാനുള്ള സ്പെഷ്യൽ ക്യാമറയും സ്കൂൾ ബസ്സുകളിൽ ഏർപ്പെടുത്തും. സ്കൂൾ ബസ്സുകളിൽ ക്യാമറ വരാൻ പോകും. റോഡിന് അതൊരു തെറ്റിദ്ധാരണ. പല അപകടങ്ങൾ സംഭവിക്കും. നല്ല റോഡ് പണിത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അപകടമാണ്. പക്ഷേ വല്ലാത്ത സ്പീഡിൽ ഓടിക്കണം. നമ്മളതൊന്ന് വിലയിരുത്തുക. കേരളത്തിൽ ഈ അടുത്ത കാലങ്ങളിൽ നടന്ന അപകടങ്ങളെല്ലാം വിലയിരുത്തിയാൽ ഡ്രൈവറുടെ ഒരു നെഗ്ലിജൻസും റാഷ് ഡ്രൈവിങ്ങും ആണ് കൂടുതൽ അപകടങ്ങളിലേക്ക് കാരണം. അത് നമ്മൾ റോഡിൻ്റെ തകരാറ് പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത് ബ്ലാക്ക് സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് പരിഹരിക്കണം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ അപകടങ്ങൾ കാണുന്ന അപകടങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഡ്രൈവറുടെ അശ്രദ്ധ കൊണ്ടും ഒക്കെയാണ് നമ്മൾ കണ്ടിപ്പം ഓരോ സ്ഥലത്തും എടുക്കാം. ഇപ്പം ശബരിമല മാവേലിക്കരയിൽ നിന്ന് KSRTCയുടെ ബസ്സിൽ ടൂർ പോയാണ്. ഡ്രൈവർ കുമളി മുതൽ ഇങ്ങോട്ട് ബ്രേക്ക് നിരന്തരമായി ചവിട്ടി ഓടിച്ചു വരികയും ആ വണ്ടിക്ക് ആ സമയത്ത് ബ്രേക്ക് നഷ്ടപ്പെടുന്ന തരത്തിൽ വണ്ടി ഓടിച്ചു. ഡ്രൈവറുടെ അറിവില്ലായ്മയാണത്. അത് ഡ്രൈവറുടെ അറിവില്ലായ്മയാണ്. അത് വണ്ടിയുടെ കുഴപ്പമില്ല. വണ്ടിക്ക് അത് കഴിഞ്ഞ് പരിശോധിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. വണ്ടിക്ക് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ ഈ ഡ്രൈവർ നിരന്തരമായി ഒരു ഹൈ റേഞ്ച് ഇറങ്ങി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അമിതമായി ബ്രേക്കിൽ ചവിട്ടുകയും ബ്രേക്ക് ചൂടായി ആ സമയത്ത് ബ്രേക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ ഡ്രൈവർക്ക് ഇത് ഇടതുവശത്ത് കട്ടിങ്ങിൽ ഇടിച്ച് നിർത്താമായിരുന്നു. വളരെ ബുദ്ധിപൂർവ്വം പുള്ളി എന്ത് ചെയ്തു, ഇപ്പുറത്ത് നിന്ന് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചങ്ങ് കൊക്കയിലോട്ട് പോയി. 4 വിലപ്പെട്ട ജീവനാണ് പോയത്. ആ ഡ്രൈവർ നെഗ്ലിജൻസാണ്. കാരണം ആ വണ്ടി ലെഫ്റ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടിയിൽ ബ്രേക്ക് നഷ്ടപ്പെടുന്നുണ്ട്. വണ്ടി ലെഫ്റ്റ് സൈഡിലുള്ള കട്ടിങ്ങിലോ ഇടിച്ചങ്ങ് നിർത്തിയാൽ മതി. അവിടെ ആ സൈഡ് വരഞ്ഞു പോകുന്നല്ലേ ഉള്ളൂ. അവിടെ ഇടിച്ചങ്ങ് ഓടയുന്ന വണ്ടി. അതിന് പകരം വലത്തോശോട്ട് തിരിഞ്ഞ് 100-100 അടി താഴ്ചയുള്ള കുഴിയിലേക്ക് വണ്ടി ഓടിച്ചു പോകുന്നത് ഡ്രൈവറെ തെറ്റാണോ, വണ്ടിയുടെ കുഴപ്പമാണോ? ഇവിടെ കഴിഞ്ഞ മന്ത്രിസഭ ഒരു തീരുമാനം, ഒരു ബ്രൂവറി സംബന്ധിച്ചിട്ട് ഒരു തീരുമാനം, അതിലിപ്പോൾ ഒരു അഴിമതി ആരോപണം ഇല്ല. അത് കേരളത്തിൽ ഒന്നും വരണ്ട എന്ന് ചിന്തിക്കുന്നവർക്ക് എന്തിനെ എതിർക്കാം? മദ്യനയമൊക്കെ LDFിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട്. ആ മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. മദ്യനയം രഹസ്യമായിട്ടുണ്ടാക്കിയൊരു കാര്യമല്ല. LDFിൻ്റെ മദ്യനയം പ്രഖ്യാപിക്കപ്പെട്ടതാണ്. ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ ബ്രൂവറി അടക്കമുള്ള ഡിസ്റ്റിലറി അടക്കമുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാൻ അവസരം ഉണ്ടാക്കും. കാരണം നമ്മളിത് ഈ ഒരു കാര്യം നിങ്ങളെല്ലാം ആലോചിക്കുന്നത് അറിയാം. മദ്യം എന്തായാലും ഇവിടെ എല്ലാവരും കുടിക്കുന്നുണ്ട്. ഇത് എവിടെ നിന്നാണ് വരുന്നത്? അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത്. അപ്പോൾ GST എവിടെയാണ് പോകുന്നത്? അവർക്കാണ് പോകുന്നത്. തൊഴിൽ എവിടെയാണ് പോകുന്നത്? അവർക്കാണ് പോകുന്നത്. 10 പേർക്ക് ജോലി കിട്ടുന്ന ഒരു കാര്യം വരുമ്പോൾ അത് കൊഞ്ഞനം കുത്തി കാണിക്കുന്നത് അതൊരു നല്ല ശീലമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തിനും ആരോപണം ഉന്നയിക്കുന്നതിന് അടിസ്ഥാനമാണ്. ഇത് ഡിസ്റ്റിലറികളും ബ്ലൂബറികളൊക്കെ അനുവദിക്കുമെന്ന് LDFിൻ്റെ പ്രഖ്യാപിതമായ മദ്യനയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും തന്നെ ഗവൺമെൻറ് ചെയ്തിട്ടില്ല. ഒരഴിമതിയുമില്ല. അപേക്ഷ ഇനി വരട്ടെ, ഇനി വന്നാലും കൊടുക്കുമല്ലോ. ഇതുപോലെ ഏതെങ്കിലും കമ്പനികളുണ്ടെങ്കിൽ അവർക്കും ഈ വ്യവസായം തുടങ്ങാൻ തയ്യാറായി വന്നാൽ അവർക്കും അനുവാദം കൊടുക്കും. അല്ലാതെ ഇവർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരാൾ അപേക്ഷിച്ചു, അയാൾ കൊടുത്തു. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? അപേക്ഷിക്കൂ, കൊടുക്കാം. പുതിയ വ്യവസായം, ഏത് തരത്തിലുള്ള പുതിയ വ്യവസായങ്ങളും വരട്ടെ എന്നാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഇപ്പോൾ ഞാൻ തന്നെ പറയാറുണ്ട്, പത്തനാപുരത്ത് ഇഷ്ടംപോലെ വെള്ളമുള്ള സ്ഥലമാണ്. നമുക്ക് നദിയുടെ കരയിലാണ്. ജലം ഉപയോഗിച്ചുള്ള വ്യവസായങ്ങൾ തുടങ്ങാൻ താല്പര്യമുള്ളവർ വരൂ എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു? പരസ്യമായിട്ടല്ലേ പറഞ്ഞിരിക്കുന്നു?
ഇവിടെ കിൻഫ്ര പാർക്കുണ്ട്, അവിടെ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അപ്പോൾ വെള്ളം ഉപയോഗിച്ച് ചെയ്യേണ്ട, ഇപ്പം വെള്ളമില്ലാത്ത സ്ഥലങ്ങളിലേക്കല്ല, വെള്ളമുള്ള സ്ഥലത്ത് നിന്ന് തുടങ്ങാവുന്ന ഏത് ബിസിനസ്സും ഏത് ഫാക്ടറിയും സ്ഥാപിക്കാൻ പത്തനാപുരത്തേക്ക് വരുമെന്ന് നമ്മൾ സ്നേഹത്തോടല്ലേ ക്ഷണിക്കുന്നത്. ഈ പട്ടാഴി, നമ്മൾ നിൽക്കുന്ന ഈ പട്ടാഴിക്കും പട്ടാഴി വടക്കേക്കരയ്ക്ക് നദി ഒഴുകുകയാണ്. 26 കിലോമീറ്റർ കല്ലടയാർ ഒഴുകി പോവുകയാണ്. നമുക്ക് ചെക്ക് ഡാമുണ്ട്, ആവശ്യത്തിന് വെള്ളമുണ്ട്, ഞങ്ങളുടെ കിണറുകളിൽ വെള്ളമുണ്ട്, കുടിവെള്ള പദ്ധതിക്ക് ഇഷ്ടംപോലെ വെള്ളമുണ്ട്. മറച്ചു വയ്ക്കേണ്ട കാര്യം എന്താ? ഉള്ളിടത്ത് ഉണ്ടെന്ന് തന്നെ പറയണ്ടേ. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ വ്യവസായം, വെള്ളം ഉപയോഗിച്ചുള്ള വ്യവസായം ചെയ്യാൻ താല്പര്യമുള്ളവർ പത്തനാപുരത്തേക്ക് വരൂ എന്ന് ക്ഷണിക്കാറുണ്ട്. അത് ഇവിടുത്തെ ജനങ്ങളുടെ കാഴ്ചപ്പാടാണ്. ഞങ്ങൾക്ക് 10 പേർക്ക് തൊഴിൽ കിട്ടണം, പുതിയൊരു സ്ഥാപനം വന്നാൽ പഞ്ചായത്തിന് ടാക്സ് കിട്ടും, അങ്ങനെ പല ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് എന്തിനെയാണ് എതിർക്കുക? കാര്യം കേൾക്കുമ്പോൾ തന്നെ എതിർക്കുക. ഇനിയും ആരെങ്കിലും ബ്രൂവറിക്കോ റേഷനോ അല്ല പിന്നെ ഡിസ്റ്റിലറിക്കോ എല്ലാം അപേക്ഷ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും സർക്കാർ പരിഗണിച്ച് കൊടുക്കും. അതെ, മരിച്ചു, കുഞ്ഞ് മരിച്ചു. പ്രായപൂർത്തിയാകാത്തൊരു കുട്ടി ഒരു വയോധികയെ അത് മുത്തച്ഛൻ്റെ പേരിലുള്ള വാഹനം ശാസ്താംകോട്ടയിൽ മറ്റൊരു ദിവസം ഒരു വിദ്യാർത്ഥി ഒരു നിർത്തിയിട്ട ടിപ്പറിൻ്റെ പുറകെ 3 വിദ്യാർത്ഥികൾ പോയി ഇടിച്ച് കുട്ടി മരിച്ചു. ഇതൊന്നും ലൈസൻസ് ഇല്ലാത്ത ഇത് നമുക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് ഇടിക്കുമ്പോഴേ നമ്മൾ അറിയുന്നുള്ളൂ. അല്ലാതെ ഇപ്പോൾ അതിനകത്ത് ചെയ്യേണ്ട, ഞങ്ങൾക്ക് ലൈസൻസ് ഏതൊരു പൗരനോടും ഞാൻ പറയുകയാണ്, ലൈസൻസ് ഇല്ലാതെയും 3 കുട്ടികൾ ഒരുമിച്ച് ഹെൽമെറ്റ് ഇല്ലാതെയും 3 പേര് ഒരുമിച്ച് വണ്ടി, അച്ഛനമ്മമാരും കുഞ്ഞും പോകുന്ന പോലെയല്ല, അല്ലാതെ 3 ചെറുപ്പക്കാർ 1 കുട്ടികൾ ഒരുമിച്ച് പോവുകയും ചെയ്യുന്നതാണ്. നിങ്ങൾ വീഡിയോയിൽ പകർത്തി ആ വണ്ടിയുടെ നമ്പർ കാണത്തക്ക ഗതിയിൽ തൊട്ടടുത്ത RTOയ്ക്ക് അയച്ചു കൊടുക്കുക. കർശനമായ നടപടി ഉണ്ടായി. നമ്മളിപ്പോൾ കുഞ്ഞുങ്ങൾ പോകുന്ന വഴിക്കെല്ലാം പോലീസിന് പോയി നിൽക്കാൻ ഒക്കത്തില്ല. ഇപ്പോൾ കുഞ്ഞിനെ വലിച്ചുകൊണ്ട് പോയി ആ ദാരുണമായൊരു മരണം സംഭവിച്ച കുഞ്ഞിന്, അതിൻ്റെ കാരണക്കാരനെ നമുക്ക് ഒരു പോലീസിന് ഒരിക്കലും അവിടെ പോയി നിൽക്കാൻ പറ്റും. ഇപ്പോൾ ശാസ്താംകോട്ട വഴി ഒരു കുഞ്ഞിനെ, കുന്നത്തൂർ ഒരു കുഞ്ഞിനെ ഇടിക്കാൻ ഒരാൾ വരുന്നെന്ന് പറഞ്ഞാൽ അവിടെ പോയി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ കൺമുമ്പിൽ ഇത്തരം, അപ്പോൾ അവിടെ പലരും പറയുന്നുണ്ട് ഇവിടെ ഈ സ്ഥിരം പരിപാടിയാണിത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജനങ്ങളൊരു കാര്യം ഉപകാരം ചെയ്യുക, നിങ്ങൾ വീഡിയോയിൽ പകർത്തു, നിങ്ങൾ RTOമാർക്ക് അയച്ചു കൊടുക്കൂ. അവർ നടപടി എടുത്തില്ലെങ്കിൽ അവരെ പേര് നടപടി എടുക്കാം. എന്നാൽ എല്ലാ സ്ഥലത്തും പോലീസ് നിൽക്കുക, എല്ലാ സ്ഥലത്തും മോട്ടോർ വെഹിക്കിൾ നിൽക്കുക അസാധ്യമായ കാര്യമാണ്. നമ്മളെ വണ്ടികളുടെ എണ്ണം കൂടുന്നു. പല പ്രദേശങ്ങളും ഉൾപ്രദേശങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കൂ. 18 വയസ്സാകാത്ത ലൈസൻസ് ഇല്ലാത്ത കുഞ്ഞിൻ്റെ കയ്യിൽ വണ്ടി കൊടുത്തയക്കില്ല എന്ന് അവർ. അപ്പോൾ ഇനി രക്ഷിതാവിൻ്റെ പേരിലും കേസെടുക്കാൻ, രക്ഷിതാവിൻ്റെ പേരിൽ കേസെടുക്കും, രക്ഷിതാവിൻ്റെ ലൈസൻസ് റദ്ദാക്കും, രക്ഷിതാവിൻ്റെ പേരിലുള്ള ഈ വണ്ടി, പർട്ടിക്കുലർ വണ്ടിയുടെ പെർമിറ്റ് റദ്ദാക്കും, രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യും. ലൈസൻസ് ഇല്ലാത്ത ആൾക്കാർ വണ്ടി ഓടിച്ചാൽ ഇന്ത്യയിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് രക്ഷകർത്താവിൻ്റെ ലൈസൻസ് റദ്ദാക്കാം, ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാം. അത്തരം നടപടികൾ കർശനമായി ചെയ്യാനായിട്ട് MVDയിലെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യാൻ പറ്റൂ. ഈ ദയവ് ചെയ്ത് നിങ്ങൾ വീഡിയോയിൽ പകർത്തു, മൊബൈൽ ഫോണിലൊന്ന് പകർത്തി, ഇത്തരം കുറ്റകൃത്യങ്ങൾ കാണുമ്പോൾ പകർത്തി ആ നമ്പർ കാണത്തക്ക രീതിയിൽ ആ വീഡിയോ ഒന്ന് ഏറ്റവും അടുത്ത RTOയുടെ നമ്പർ നോക്കി അദ്ദേഹത്തിന് അയച്ചു കൊടുക്കും. നടപടി എടുത്തില്ലെങ്കിൽ ഞാൻ ഇടപെടാം, നേരിട്ട് നടപടി എടുപ്പിക്കും. അതേ മാർഗ്ഗമുള്ളൂ. കാരണം ഇത് വാഹനങ്ങളുടെ എണ്ണം കൂടുന്നു. നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ വളരെ വ്യാപിച്ച് കിടക്കുന്നൊരു നാടാണ്, ജനസാന്ദ്രമായൊരു നാടാണ്. എല്ലായിടത്തും ക്യാമറ വയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് ചെയ്ത് തന്നാൽ, കാരണം പല RTOമാർക്കും ഒരാഴ്ചയിൽ 60-70 കേസുകൾ ഇങ്ങനെ വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം തന്നെ പൗരന്മാർ. പിന്നെ ഞാൻ വന്നതിന് ശേഷം സിറ്റിസൺ ആപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആപ്പ് വഴിയും നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം, വീഡിയോ ഫോട്ടോ എല്ലാം അയച്ചു കൊടുക്കാം.